നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി അതും സർക്കാർ മുൻഗണന നൽകി ചില വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി 50,000 രൂപയുടെ സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുകയാണ്. നമ്മളുടെ വീടുകളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും ലഭ്യമാണ്. അതുമാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന 50,000 രൂപയിൽ പകുതിയോളം രൂപ, അതായത് 50%, അങ്ങനെ വരുമ്പോൾ 25,000 രൂപയോളം വരും. അത് സബ്സിഡിയായിട്ട്, അതായത് അത് തിരിച്ചടയ്ക്കേണ്ടാത്ത സൗജന്യ സഹായമായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും. ഈട് വേണ്ട, അതോടൊപ്പം തന്നെ മറ്റ് ആൾജാമ്യം, വസ്തുജാമ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ, ഇങ്ങനെയുള്ള നൂലാമാലകളൊന്നും ഇല്ലാതെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ശരണ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതി. പദ്ധതിയിലേക്ക് എങ്ങനെ ചേരാം, ആർക്കൊക്കെ അപേക്ഷകൾ വയ്ക്കാം, എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് വീഡിയോയിലൂടെ വിശദമായിട്ട് പറയുകയാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി നടത്തപ്പെടുന്ന ഒരു സ്കീമാണ്. ഇതുമാത്രമല്ല, വിവിധ തരങ്ങളിലുള്ള സ്കീമുകൾ, സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടത്തപ്പെടുന്നുണ്ട്. ഈടൊന്നുമില്ലാതെ തന്നെ 10 ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന സ്കീമുകളാണ് യുവതി യുവാക്കൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ മുൻഗണന അർഹിക്കുന്ന മറ്റ് വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടി സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അത് കൃത്യമായിട്ട് അതിൻ്റെ സീനിയോറിറ്റിയൊക്കെ നിലനിർത്തി പോരുന്ന, അതായത് കൃത്യമായിട്ട് പുതുക്കി പോരുന്ന ഗുണഭോക്താക്കളായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത് മാത്രമല്ല, നമുക്ക് ഒറ്റത്തവണ പുതുക്കലൊക്കെ ചില സമയത്ത് വരാറുണ്ട്. അങ്ങനെയുള്ള അവസരവും ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തുക. കാരണം സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ സ്കീം വഴി സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾക്ക് നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ശരണ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വയം തൊഴിൽ പദ്ധതി. ഇവിടെ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു സംവരണ വിഭാഗങ്ങൾ എന്ന് വേർതിരിച്ച് തന്നെ സർക്കാർ കണക്കാക്കുന്ന വിഭാഗങ്ങൾ. അതിൽ പ്രധാനമായിട്ടുള്ളത് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവരുണ്ടാകും. അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ പദ്ധതിയിൽ മുൻഗണന അർഹിക്കുന്നവരാണ്. ഇതോടൊപ്പം തന്നെ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപേക്ഷ വയ്ക്കുന്നതിനോട് സാധിക്കും. ഇനി ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികളായ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്കും സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ കീഴിൽ ഈ ശരണ്യ എന്ന് പറയുന്ന സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും. അതായത് തീരെ നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന, അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന സ്ത്രീകൾക്ക് ഒരു ആദരവെന്ന രീതിയിലാണ് ഈ ഒരു ചെറിയ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി 50,000 രൂപയിൽ കൂടുതലൊക്കെ ലോൺ നൽകാൻ സർക്കാർ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നിബന്ധനകൾക്ക് വിധേയമായി 3% പലിശ നിരക്ക് ഈടാക്കുന്നതായിരിക്കും. അതല്ല, 50,000 രൂപ നമുക്ക് മതിയെങ്കിൽ പലിശരഹിത വായ്പയായിട്ടാണ് ഈ സഹായം നൽകുന്നത്. ഇതിൽ 25,000 രൂപ സബ്സിഡിയാണെന്ന് പറഞ്ഞിരുന്നു. ബാക്കി ശേഷിക്കുന്ന തുക അത് 60 തവണകളായിട്ട്, അതായത് 60 മാസങ്ങളിൽ 5 വർഷം വരും. അങ്ങനെ 5 വർഷത്തെ തിരിച്ചടവ് കാലാവധി ഇവിടെ ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ട് വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പകുതിയൊക്കെ അടച്ചു കഴിയുമ്പോഴേക്കും, അതായത് 50% തുക അടഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഈ നമ്മളുടെ സംരംഭം അത് വിപുലീകരിക്കുന്നതിന് വേണ്ടി വായ്പ പുതുക്കിയെടുക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും. ഇനി അപേക്ഷ വയ്ക്കുമ്പോൾ മുൻഗണന നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ബിരുദ യോഗ്യതകൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള സ്ത്രീകൾക്ക് മുൻഗണന ഉൾപ്പെടെ ഈ സ്കീം വഴി നൽകുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്കിതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും. നമ്മുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. ഇനി അതോടൊപ്പം തന്നെ സ്കീമിനെ സംബന്ധിച്ച് പ്രോജക്റ്റ് റിപ്പോർട്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അന്വേഷിച്ചറിയുക. അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.